നമസ്കാരം. വീണ്ടും മണിപ്പിച്ച് മലയാളം യൂട്യൂബ് ചാനൽ വഴി നിങ്ങളൊക്കെ കാണുന്നതിൽ എനിക്ക് വളരെ സന്തോഷം. ഇന്ന് നോക്കിയെങ്കിൽ സ്വർണ്ണത്തിന്റെ വില തിരികെ കയറിയിരിക്കുന്നു. 20 രൂപ ഏറിയിരിക്കുന്നു. 14,220 ആണ്. ബിഫോർ ക്യാരറ്റ് വന്നിട്ട് 15,530 ആണ്. ഇന്ന് എന്തെന്ന് വെച്ചാൽ അമേരിക്കയിൽ ഇൻഫ്ലേഷൻ കുറച്ച് സോഫ്റ്റ് ആയിട്ട് വന്നു എന്ന് പറയുന്നു. കാരണം ഗോൾഡിന്റെ വില കയറിയോ എന്ന് വിചാരിക്കുന്നു. അത് 2 3 തകത്താണ് ഇരിക്കുന്നത് സ്റ്റഡി ആയിട്ട്. പക്ഷേ റേറ്റ് ഡെഫിനറ്റ്ലി ആയിട്ട് ഒരു പ്രാവശ്യം കയറ്റും. നീവേ 4,400 അടുത്ത് സ്വർണം അങ്ങനെ സ്റ്റഡിയായി നിൽക്കുന്നു. ഡോളേഴ്സിൽ ഒരു ഔൺസ് 30 ഗ്രാമിനാണ്. അക്ഷയ എണ്ണയുടെ വില 91 അങ്ങനെ സ്റ്റഡിയായി നിൽക്കുന്നു. ഉബ വന്നിട്ട് 95.40 എടുത്തിരിക്കുന്നു. ഇതിൽ അത്രയും വലിയ ഇമ്പ്രൂവ്മെന്റ് ഒന്നും കാണാൻ പറ്റിയില്ല. 1,37,000 രൂപയ്ക്ക് ഫ്യൂച്ചേഴ്സിൽ സിലിണ്ടർ വാങ്ങാൻ പറ്റും. ഇപ്പോൾ നിഫ്റ്റി വന്നിട്ട് 100 പോയിന്റ് ഡൗണിലാണ് ഉള്ളത്. ബാങ്ക് നിഫ്റ്റി ഇന്നലെ 80 ആയിരുന്നു. പിന്നെ മാർക്കറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി ഇറക്കിയായിരുന്നു. -288 ആണ്. ഓട്ടോ അല്ലാതെ മറ്റോ എല്ലാം മാർജിനറി നെഗറ്റീവ് ആണ്. ഇന്ന് ടാറ്റ കമേഴ്ഷ്യൽ വെഹിക്കിൾ 4% അപ്പാണ്. നല്ല റിസൾട്ട് കൊടുത്ത കാരണം ഇന്ന് ടാറ്റ പാസഞ്ചറിന്റെ റിസൾട്ട് വരുന്നു. ഹൈഡസ് ലൈഫ് സയൻസസ് 2.5% ഗില്ലിയാണ്. നാറ്റ്കോ 3.5% അപ്പാണ്. ഇതാണ് ഓവറോൾ ആയിട്ടുള്ള ന്യൂസ്. ടാറ്റ വന്നിട്ട് ടോട്ടലായിട്ട് 45,000 കോടിയാണ് മാർക്കറ്റ് വാല്യുവേഷനിൽ ഇരിക്കുന്നു. പക്ഷെ അത് പ്രൈമറിലി TCSലുള്ളതാണ്. മറ്റു കാര്യങ്ങളിലൊന്നും വലിയ ഇമ്പാക്റ്റ് ഒന്നും ഇല്ല. മാർക്കറ്റ് എതിർനോക്കിയ അത്രയും വലിയ ഇമ്പാക്റ്റ് ഒന്നും ഇല്ല അതിൽ. രഘുറാം രാജന് ഒരു ബ്രദർ ഉണ്ടായിരുന്നു, മുകുന്ദ് രാജൻ എന്ന്. അവർ വന്നിട്ട് ടാറ്റ കമ്പനിയിൽ വന്നു. അവർ വന്നിട്ട് ന്യൂയൽ ടാറ്റയ്ക്ക് ആദരവായിട്ട് അവർ നല്ലവർ വല്ലവരെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് രതൻ ടാറ്റയെ നിങ്ങൾ ഇങ്ങനെ തന്നെ കുറവായിട്ട് ഇടയിട്ടു. ചിന്തയിൽ നിങ്ങൾ ന്യൂയൽ ടാറ്റയെ വെച്ച് നോക്കണ്ട. ന്യൂയൽ ടാറ്റ എല്ലാത്തിനും ശരിയായി ചെയ്യും. ഞാൻ സപ്പോർട്ട് ചെയ്യുന്നത്. പുതിയ രാജാവാഴുക എന്ന് പറഞ്ഞിരിക്കുന്നു. ടാറ്റ സ്റ്റോക്സ് ചന്ദ്രശേഖറിൻ്റെ 10 കൊല്ലത്തിൽ നല്ല വാല്യൂസൊക്കെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നു. നന്ദി എന്നാണ് പറയുന്നത്. അപ്പോൾ എല്ലാവർക്കും അവർക്ക് നന്ദി പറഞ്ഞു. അടുത്ത MDക്ക് വേണ്ടി നമ്മൾ കാത്തിരിക്കാം. ടാറ്റ മോട്ടോർ കമേഴ്ഷ്യൽ വെഹിക്കിളിൻ്റെ പ്രോഫിറ്റ് 83% ഏറിയിരിക്കുന്നത്. ദ വോല്യൂം 26% ഏറിയിരിക്കുന്നു. മെയിനായിട്ടുള്ള കാര്യം എന്തെന്ന് വെച്ചാൽ അതിലുള്ള ഒരു എമൗണ്ട് വന്ന് ഈ ടാറ്റ ക്യാപിറ്റൽ ലിസ്റ്റിങ്ങിൽ കിട്ടിയതാണ്. ഇത് എത്രയെന്ന് ഞാൻ ഡീറ്റെയിൽഡ് നോക്കിയില്ല. ഇത്രയും ദൂരം അത് കയറിയത്. ടോട്ടൽ ഹോൾസെയിൽ സെയിൽസ് 1,08,000 യൂണിറ്റ് ആയിരിക്കുന്നു. അതുപോലെ തന്നെ എക്സ്പോർട്ട്സും 35% അടുത്ത് കയറിയിരിക്കുന്നു. 35%-ഒന്നും നിങ്ങൾ വിശ്വസിക്കേണ്ട. ഒരു ലോ ബേസിലാണ് ഏറിയിരിക്കുന്നത്. എക്സ്പോർട്ട് ചെയ്യാൻ തുടങ്ങിയിരിക്കുന്നു. ഇന്നും ഇവാക്കോയിനെ വാങ്ങി തീർത്തിട്ടില്ല. ഇവാക്കോയിനെ വാങ്ങി ഡൈജസ്റ്റ് ചെയ്തതിൻ്റെ ശേഷം തന്നെ റിയൽ ഗ്രോത്ത് കാണാൻ പറ്റും. ഗോൾഡ് 4,400-ൽ ഡാൻസ് ആടിക്കൊണ്ടിരിക്കുന്നു. കാരണം US ഇൻഫ്ലേഷൻ മൈൽഡാ വന്നിരിക്കുന്നു. ഇതെന്താ ഇതിൻ്റെ മുകളിൽ തന്നെ ഇരിക്കുന്നത്? 2.5ൻ്റെ മുകളിലാണ് ഇരിക്കുന്നത്. അതായത് കോർ ഇൻഫ്ലേഷൻ. ഇത് കാരണം വട്ടീനെ കയറ്റൂല എന്ന ഒരു വിശ്വാസമുണ്ട്. അതുപോലെ പെട്ടെന്ന് വട്ടിയെ കുറയ്ക്കൂല എന്നതും നമുക്കറിയാൻ പറ്റുന്നു. അപ്പോൾ 4,400-ലാണ് ഇരിക്കുന്നത്. അപ്പോൾ നമ്മൾ ജോളിയായിരിക്കുന്നു, എല്ലാത്തിനെയും വാങ്ങി വെച്ചുകൊണ്ടിരിക്കുന്നു നമ്മൾ. ഇത് സ്വർണത്തിനെ കുറിച്ചാണ്. ഗോൾഡിൽ വന്നിട്ട് സോൾഡ് എന്ന് പറയുന്ന ഒരു ടാഗ് ആഡ് ചെയ്യണം. പറഞ്ഞിരിക്കുന്നത് കാൾ മാർക്ക്. കാരണം തെഫ്റ്റ് പ്രോബ്ലം ആവരുത്, അതുപോലെ തന്നെ റീസെയിലും പ്രോബ്ലം ആവരുത്. ഇതുകൊണ്ടാണ് പറയുന്നത്. ഇതൊക്കെ എന്താവെന്ന് എനിക്കറിയാൻ പറ്റുന്നില്ല. ഓരോരുത്തർക്ക് ഒരു പാൻ കാർഡ് എൻ്റർ ചെയ്യാൻ പോകുന്നതെന്ന് അറിയാൻ പറ്റുന്നില്ല. ഇത് എന്തുകൊണ്ട് നടത്തുന്നു എന്നാൽ ജനങ്ങളടുത്ത് എത്രയും സ്വർണ്ണമാണ് ഇരിക്കുന്നു എന്നതിൽ അറിയാൻ വേണ്ടിയിട്ടാണ്. ഇതൊന്നും നടക്കുന്നത് പോലെ അല്ല. അക്കാറിന് എത്രയും സ്വർണ്ണമാണ് ജനങ്ങളടുത്ത് ഇരിക്കുന്നു എന്നത് റഫായിട്ട് അറിയണം എന്ന ഒരു ഐതിഹ്യത്തിലാണ് ഇത് ചെയ്യുന്നത്. എൻ്റെ ശേഷം നമ്മൾ ഈ ബാർബിൾ സ്ട്രാറ്റജിയുടെ ഇന്നർ സൈഡ് വച്ചിരുന്നു. ഇത് വളരെ നന്നായിട്ട് നമുക്ക് റിസൾട്ട് തന്നായിരുന്നു. സൗത്തിലിരിക്കുന്ന ബാങ്കൊക്കെ ഗോൾഡ് ലോൺ സർജായി 100% ഏറി. 3 വർഷത്തിൽ 1,40,000 കോടിക്ക് ഇരിക്കുന്നു. നമ്മൾ ഫെഡറൽ ബാങ്ക് ഇരിക്കുന്നു, കാത്തലിക് സിറിയൻ ബാങ്ക് ഇരിക്കുന്നു. പക്ഷേ അത് നമ്മൾ ടച്ച് ചെയ്തിട്ടില്ല, വളരെ കോസ്റ്റ്ലി. സൗത്ത് ഇന്ത്യൻ ബാങ്ക് ഇരിക്കുന്നു, ഒരു വ്യവസായ ബാങ്ക് ഇരിക്കുന്നു. ഒരു കാലത്ത് നമ്മൾ കൺസിഡർ ചെയ്ത സിറ്റി യൂണിയൻ ബാങ്ക് ഇരിക്കുന്നു. നമുക്ക് ഇപ്പോൾ ഒരേ നല്ല കാലമായിട്ടിരിക്കുന്നു. അപ്പോൾ ഗോൾഡിൻ്റെ വാല്യൂ കൂടിയാലും നമുക്ക് നല്ലത്, അത് ഇറങ്ങിയാലും നമുക്ക് നല്ലതാണ്. 2 സൈഡിൽ അങ്ങനെ നമ്മൾ ഇട്ടുകൊണ്ടിരിക്കുന്നു. മുത്തൂട്ട് ഫിൻകാർപ്പ്, അതായത് ഒറിജിനൽ മുത്തൂട്ട് ഫാമിലി 3 പൊട്ടിയിരിക്കുന്നു. ഇത് വന്നിട്ട് ബ്ലൂ മുത്തൂട്ട് വന്ന്, യെല്ലോ മുത്തൂട്ട് വന്നിട്ട് റെഡ് മുത്തൂട്ട്. വെള്ളത്തിൻ്റെ വെളിയിൽ വന്നിട്ട് റെഡ് മുത്തൂട്ടാണ് ഒരുപാട് അറിയാൻ പറ്റുന്നത്. ബ്ലൂ മുത്തൂട്ടിൻ്റെ പേര് വന്നിട്ട് മുത്തൂട്ട് ഫിൻകാർപ്പാണ്. ബാംഗ്ലൂർ ടീമൊക്കെ ഫിനാൻസ് ചെയ്ത് 3-4 കൊല്ലമായിട്ട് ആൾ ഇന്ത്യ എക്സ്പാൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഗൂഗിൾ നോക്കിയാൽ ഇടയ്ക്ക് ഷാരുഖ് ഖാനെയും വിളിച്ചകത്ത് കയറ്റിയതായിട്ടാണ് അറിയുന്നത്. ഇപ്പോൾ അവരെന്ത് പറയുന്നു എന്നാൽ അവരെ സബ്സിഡറി മുമ്പേ ലിസ്റ്റായിരുന്നു. പറയുന്ന കാര്യം എന്തെന്ന് വെച്ചാൽ ഞങ്ങൾ IPOയ്ക്ക് റെഡി എന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. ആൾ മാനേജറിനെ റീഡ് ചെയ്തിരിക്കുന്നു. 3,000 കോടി IPO ഇടാൻ പോകുന്നു. സ്റ്റപ്പിന് കയറും. അടുത്ത കാര്യം, ഇറാനും US-നും ഈ റോക്കറ്റ് ഡീൽ വന്നിട്ട് ബുസ്സായിരിക്കുന്നു. ഡെഡ് ലോക്ക് ആയിരിക്കുന്നു. ഇറാനെ ഞാൻ ഒരു വലി ചെയ്യാതെ വിടൂല, എക്കണോമിക് സാങ്ഷൻ ഇടും, അവനെ ഇല്ലാതാക്കും എന്നൊക്കെയാണ് പറയുന്നത്.
ഇനിയാണ് ട്രംപ് പറഞ്ഞിട്ടുള്ളത്. ഇറാൻ പറഞ്ഞ മറുപടി എന്തെന്ന് വെച്ചാൽ, ഇന്നും 1.5 വർഷം തന്നല്ലോ. ചെന്നതിന്റെ ശേഷം അടുത്ത ആളടുത്ത് ഞങ്ങൾ സംസാരിച്ചോളാം. എന്നെക്കൊണ്ട് പറ്റുന്നത് നീ നടത്തിക്കോ എന്നാണ് ഇറാൻ പറയുന്നത്. 93, 95 കൂടിയിരിക്കും. അങ്ങനെ ഇന്ത്യയിൽ വിലവാശി ഏറും. നമ്മളെ സ്ഥലങ്ങളിൽ വിലവാശി കയറിയില്ല എന്ന് പറഞ്ഞ് ഇത്ര ദിവസം പറ്റിച്ചുകൊണ്ടിരുന്നു. നമ്മളെ പറ്റിച്ചുകൊണ്ടാണ് ഇരുന്നത്. 8 മണിയായതും പറ്റിച്ചുകൊണ്ടേ ഇരുന്നത്. ഇപ്പം എന്ത് പറയുന്നു എന്നാൽ വേറെ ഓപ്ഷൻ ഇല്ലാതെ വെറും 4.5% തന്നെ ഏറിയിരിക്കുന്നു ജൂലൈ മാസത്തിൽ എന്ന് പറയുന്നു. നിങ്ങളിപ്പോൾ ഈ ലാസ്റ്റ് ഇയർ എന്തിനാണ് വാങ്ങിയത്, ആ സാധനങ്ങളൊക്കെ എന്ത് റേറ്റിലാണ് വാങ്ങുന്നു എന്നത് നിങ്ങൾ തിരിച്ചു നോക്ക്. അല്ല ഇത് 8% മിനിമം ഇരിക്കും. പാൽമോയിൽ ഏറിയിരിക്കുന്നു, സൺഫ്ലവർ ഓയിൽ ഏറിയിരിക്കുന്നു, ഈ റൈസിൻ്റെ വില ഏറിയിരിക്കുന്നു, ചിക്കൻ ഏറിയിരിക്കുന്നു. റീസെൻ്റ് അവർ വലിയ കമ്പനിയിൽ ഇത് അറിഞ്ഞതാണ്. ആ കമ്പനി ചെന്നിട്ട് അവിടെ സബ്സിഡൈസാണ് ഇടുന്നത്. വളരെ പ്രൗഡായിട്ട് പറഞ്ഞായിരുന്നു, നമ്മളെ സ്ഥലങ്ങളിൽ ഞങ്ങൾ ചിക്കൻ 65 70 രൂപയ്ക്ക് കൊടുക്കുമെന്ന്. ഞാൻ ചോദിച്ചായിരുന്നു പുറത്ത് എന്താണ് റേറ്റ് എന്ന്. 65 200 രൂപ എന്നാണ് പറഞ്ഞത്. അപ്പോൾ എത്ര ആൾക്കാർ ചിക്കൻ വാങ്ങുമെന്ന് വിചാരിച്ച് നോക്കിക്കോ. സത്യത്തിൽ ഇൻഫ്ലേഷൻ 4.25% ഇരിക്കുന്ന എന്നത് നിങ്ങൾ നോക്കണം. അമ്മയാരും ഞാനും വളരെ ലക്കിയാണ്. 8 പേരും ചിക്കൻ കഴിക്കൂല. ഞാൻ പൂണ്ട് കഴിക്കും. ദയാണ് അടുത്തത് ജ്യോതി ലാബ്സിൻ്റെ റിസൾട്ട് 51% ഗില്ലിയാണ്. നമ്മൾ എക്സ്പെക്റ്റ് ചെയ്ത കാര്യമാണ്. കാരണം അവരുടെ കെമിക്കൽ കോൺട്രാക്റ്റ് തീർന്നിരിക്കുന്നു. കാരണം 50% ഗില്ലിയാണ് അവർക്ക്. പക്ഷേ ഇന്നും പാതി ചെന്നു. സ്ക്വയർ Q1 പ്രോഫിറ്റ് 225 കോടിയാണ്. അവരുടെ റവന്യൂ 43% ഏറിയിരിക്കുന്നു. പ്രീമിയമൈസേഷൻ ചെയ്തത് കാരണം ഞങ്ങളിങ്ങനെ സക്സസ് ആയെന്നാണ് പറയുന്നത്. ഇത് കാരണം ഇത് എത്രയും ദൂരം സസ്റ്റെയിൻ ആകുന്നു എന്ന് നോക്കാം. ഇവർ ഫോളോ ചെയ്യുന്നത് ഓംനി ചാനൽ മോഡലാണ്. കട ഇട്ടിരിക്കുന്നു. ഇതൊന്ന് കണ്ണാടി കട ഇട്ട കമ്പനിയാണ്. EV പ്രൈസസ് 10 നിന്ന് 12% ഏറും. EVS കൊമ്പ് ചുറ്റിയിരിക്കുന്നു. എന്തെന്ന് വെച്ചാൽ ഈ ഹോമോസ് പ്രൈസസ് എന്ന കാരണം അപ്പുറത്തെ സൈഡിൽ നിന്ന് കുറച്ച് കച്ച എണ്ണ ഡെറിവേറ്റീവ് ഞങ്ങൾക്ക് ആവശ്യപ്പെടുന്നു. അപ്പുറത്തെ സൈഡിൽ ഇരുന്ന് മെറ്റീരിയലും വരണം. എല്ലാത്തിൻ്റെ വിലയിനൊന്നും കയറ്റാതെ ഇരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിരിക്കുന്നു. ഐഡസ് ലൈഫ് സയൻസസ് 2.5% ഇറങ്ങിയിരിക്കുന്നു. ഫിറ്റ് 36% ആയിരിക്കുന്നു. എന്തുകൊണ്ട് പ്രോഫിറ്റ് 36% കുറഞ്ഞിരിക്കുന്നു എന്നാൽ അതിൽ കമ്പനികളെയാണ് അവർ വിലയ്ക്ക് വാങ്ങിയിരിക്കുന്നത്. കമ്പനിയൊക്കെ എക്സ്പെൻസ് ആയിട്ട് വന്ന് നിൽക്കുന്നു. ഇല്ല അത് അസറ്റ് സൈഡ് ഏറിയിരുന്നാൽ ഇതൊക്കെ വിഴിഞ്ഞിരിക്കില്ല. $13 മില്യൺ IT കോൺട്രാക്ട്സ് ഡിസംബർ മാസത്തിൽ ബാംഗ്ലൂരിന് വരുന്നു. കാവാശിയ കോൺട്രാക്റ്റൊക്കെ റിന്യൂ ആകുമെന്ന് പറയുന്നു. പക്ഷേ ഡീലിൻ്റെ വാല്യൂ മാത്രം പറയുന്നു. നമ്മൾ എതിർനോക്കിയത് തന്നെ. കാരണം എവിടെയെങ്കിലും IT അടിക്കുവാണെങ്കിൽ നമ്മൾ കൺസിഡർ ചെയ്യാൻ റെഡി ആയിട്ടിരിക്കണം. ബാങ്ക് ഓഫ് അമേരിക്ക വന്നിട്ട് നമ്മൾ റിലയൻസ് സാറിൻ്റെ ഒപ്പം പാർട്ണറായി. ക്രെഡിറ്റ് എന്ന് പറഞ്ഞ സബ്ഡ്രയിൽ 9.9% സ്റ്റേക്ക് എടുക്കുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. കമ്പനി എന്ത് ചെയ്യാൻ പോകുന്ന അറിയില്ല. അതിൻ്റെ ഇടയ്ക്ക് സ്റ്റേക്ക് ഇറക്കി. നെറ്റ്വർത്തിനെക്കാട്ടിലും 2.5 ടൈംസ് കൂടുതലാണ് വാങ്ങിയിരിക്കുന്നത്. ഇതാണ് ന്യൂസ്. ഓവറാൾ മാർക്കറ്റ് വീക്കാ തന്നെ ഇരിക്കും. ASL ഏറ്റും. ഇന്നലെ കയറ്റിയാൽ ഇന്ന് രാവിലെ വീഴുന്നത് പോലെ വീഴും. മാർക്കറ്റ് എവിടെയും ചെല്ലാൻ പോകുന്നതില്ല. ഓഗസ്റ്റ് 2024 26,000 ഹൈ ആയിരിക്കുന്നു. മ്യൂച്വൽ ഫണ്ട്സൊക്കെ 9 മാസമായിട്ട് എവിടെയും പോയില്ല എന്ന് പറയുന്നു. അങ്ങനെ നോക്കിക്കോ. കാഷ് പ്രകാശ് എന്ന ആളിന് ഒരു ക്ലിപ്പിംഗ് നോട്ട് ഞാൻ കണ്ടായിരുന്നു. 2018 പറഞ്ഞു 60 ടൈം 70 ടൈം ഏണിംഗ് ഇരിക്കുന്ന കമ്പനിയൊക്കെ എവിടെയും പോകില്ല എന്ന് പറഞ്ഞു. അതുപോലെ പല കമ്പനി എവിടെയും പോയില്ല. ഇൻഫ്ലേഷൻ പോയാൽ ബോട്ടെന്ന് പറഞ്ഞ് RBI പറഞ്ഞിരിക്കുന്നു. പുറത്ത് ചെന്ന് എണ്ണയുടെ റേറ്റൊക്കെ ഏറിയിരിക്കുന്ന ഇല്ല എന്ന് പോയ കൊല്ലത്തിനും ഈ കൊല്ലത്തിനും ഉള്ളത് കമ്പയർ ചെയ്ത് നോക്കാം. കമ്പ്യൂട്ടർ എഞ്ചിനീയർ അവർ നമ്പറുകളൊക്കെ കൂടി മീറ്റിംഗ് ഇടുന്നു. മാത്രം ഇൻഫ്ലേഷനെ ഏറിയില്ല എന്ന് പറയുന്നു. മായമന്ത്രത്തിനെ ആര് സോൾവ് ചെയ്യാൻ പോകണു എന്നറിയുന്നില്ല. നന്ദി, നമസ്കാരം. എല്ലാവർക്കും നമസ്കാരം. കൊച്ചുങ്ങളുടെ ഫിനാൻഷ്യൽ ലിറ്ററസി ബുക്ക് മണി ഫോർ നത്തിങ് എന്ന ഒരു 2ാമത് പാർട്ട്. ചെക്ക് എങ്ങനെയാണ് ഫില്ല് ചെയ്യണം, ഈ ഡെപ്പോസിറ്റ് ബില്ലൊക്കെ എങ്ങനെയാണ് ഫില്ല് ചെയ്യണം, ആശയം എങ്ങനെയാണ് എവോൾവ് ആയി വന്നു, ബാർട്ടറിലിരുന്ന് ഡിമോണിറ്ററൈസേഷൻ വരെയുള്ള കാര്യങ്ങളൊക്കെ കവർ ചെയ്തിട്ടുണ്ട് ഇതിൽ. ഇത് 10 മുതൽ 12 വയസ്സ് വരെയുള്ള കൊച്ചുങ്ങൾക്ക് ഇത് വളരെ യൂസ്ഫുൾ ആയിട്ടിരിക്കും. ഈ ബുക്കിന് ഇപ്പോൾ ഒരു സ്പെഷ്യൽ പ്രൈസിൽ 450 രൂപയ്ക്കാളെ കൊടുക്കുന്നു. നിങ്ങൾ ഇതിന് യൂസ് ചെയ്യാം. honeypage.com വെബ്സൈറ്റിനെ സബ്സ്ക്രൈബ് ചെയ്യാം. ഒരാഴ്ചയ്ക്ക് 4 പ്രീമിയം ആർട്ടിക്കിളും ഈ ആർട്ടിക്കിൾസ് ഒരു 10 - 15 ഇടുന്നു. ഇത് സബ്സ്ക്രിപ്ഷൻ മൂലം നിങ്ങൾ ഇതിനെ ഉപയോഗിക്കാം. ഒരു മാസത്തിന് വെറും 99 രൂപ മാത്രമാണ്. ഞാൻ പറയുന്ന കോൺസെപ്റ്റ്സിനൊക്കെ വളരെ എക്സ്പ്ലെയിൻ ചെയ്ത് നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിക്കാണ് ഇതിൽ ഇടുന്നത്. ഇത് നിങ്ങൾ വായിക്കുവാണെങ്കിൽ എനിക്ക് ഒരുപാട് പ്രയോജനം ഉണ്ടാകും. നന്ദി, നമസ്കാരം. കൊച്ചുമേക്ക് വേണ്ടി ഒരു പുസ്തകം ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് വളരെ സക്സസ്ഫുൾ ആയിട്ടും പോയി. ആർക്കെങ്കിലും ആ പുസ്തകം ആവശ്യമുണ്ടെങ്കിൽ ഈ ടീമിൽ എനിക്ക് കോൺടാക്ട് ചെയ്യാം. താഴെ ഇരിക്കുന്ന നമ്പർ എന്നെ വിളിച്ചാൽ മതി. അല്ലെങ്കിൽ വെബ്സൈറ്റിൽ കോൺടാക്ട് ചെയ്യാം. ഇത് മൂലം ആ പുസ്തകം എനിക്ക് വാങ്ങാം. മറ്റ് പുസ്തകങ്ങളും അവൈലബിൾ ആണ്. അതുപോലെ തന്നെ വാട്സപ്പ് മൂലം നിങ്ങൾക്ക് വാങ്ങാം. അല്ലെങ്കിൽ വെബ്സൈറ്റ് ഉപയോഗിച്ചും നിങ്ങൾക്ക് വാങ്ങാം. നന്ദി, നമസ്കാരം.
എന്തെങ്കിലും നിങ്ങൾക്ക് സംശയമുണ്ട്, എന്നെ കോൺടാക്ട് ചെയ്യണമെന്ന് നിങ്ങൾ വിചാരിക്കുകയാണെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന മെയിൽ ഐ ഡിക്ക് നിങ്ങൾ മെയിൽ അയക്കാം. ഞങ്ങളുടെ ടീം നിങ്ങളൊപ്പം കോൺടാക്ട് ചെയ്യും. താങ്ക് യു.